റീടെസ്റ്റ് ചെയ്താൽ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ആൾറെഡി നല്ലൊരു വീക്ക് ഉണ്ടായി അടിച്ചിരുന്നു. എന്തൊരു ട്രേഡ് എടുക്കാനല്ലേ, ഇവിടെ എടുത്താൽ ഇവിടെ നിന്നൊരു ഷോട്ട് എടുക്കണം. അത് ഹെവി റിസ്ക് ആണ്. ചേട്ടാ മാർക്കറ്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും. എൻ്റെ മുന്നേ എന്തിനത്, അയ്യോ. ഞാൻ വരെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 80% എക്സിറ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി അടിച്ചു. ട്രേഡ് കംപ്ലീറ്റ്. സിമ്പിൾ. എടുക്കണോ? അപ്പം എടുക്കണോ? സൂപ്പർ ഒരു അപ്പം എടുക്കാം. ഇപ്പോഴെടുത്താൽ മതി. ഞാൻ പറഞ്ഞത് ഞാൻ എടുത്ത് കാണിച്ചേ, ജസ്റ്റ് മനസ്സിലായത്. അതൊന്നുമില്ല. ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് ഇറങ്ങാൻ പോണ ടൈമ്. ബാക്കി കമ്പ്യൂട്ടർ ബേസ് എല്ലാം സെറ്റാണ് കേട്ടോ. ചെക്ക് ചെയ്ത് സംഗതി ഇതിൻ്റെ എങ്ങനെ അടിപൊളിയല്ലേ, ലുക്കല്ലേ? അല്ലെങ്കിൽ ഈ സമയത്തുണ്ടല്ലോ ഇത് കാണാൻ നല്ല രസമാണ്. പോയി അതല്ല ഭയങ്കര ആവി കേട്ടാ. കേട്ടോ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പാർക്കിൽ കുഴപ്പമില്ലാതെ ആളുണ്ട് കേട്ടോ. ഇത്തിരി ഉണ്ട്, ആൾക്കാരുണ്ട്, കാണാൻ പറ്റും നിറഞ്ഞിരിക്കുന്നത്. ലേറ്റായി കടയിൽ ബർഗർ വാങ്ങിക്കാൻ കയറിയത്. ഒരു വെറൈറ്റി അവിടെ വിചാരിച്ച് കുറേ നാളായി വാങ്ങിച്ചിട്ട്. ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കയറണം കേട്ടോ, ടൈമായി. ഇവിടെ ഫ്ലോർനേഷൻ്റെ ഇവിടെ ഓക്കെയാണ്. 75 ആയിട്ടേ ഉള്ളൂ. 90 സംതിങ് ആകുമ്പോഴാണ് പറയാൻ പറയാം. 90 ആകുമ്പോൾ, അതായത് ഇന്ന് നൈറ്റ് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം. നേരത്തെല്ലാം പോയി ചെക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടറും അനാലിസിസ് അവധിയല്ല, നോക്കാം. കമ്പ്യൂട്ടർ ബേസ് വേറെ വലിയ കുഴപ്പമില്ല, സെറ്റാണ്. അനാലിസും കൂടി നോക്കിയാൽ കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല. ഞാൻ ബൈ എടുക്കാൻ പറഞ്ഞിടത്തുനിന്നുള്ള പോക്ക് ഉണ്ട്. എത്ര പോയെന്ന് 300 പിപ്പ് വരെ പോയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഹോൾഡ് നമുക്ക് കപ്പാസിറ്റി ഇല്ല, വിട്ടുകളാം. അത്ര നമുക്ക് ആവശ്യമില്ല. എൻ്റെ അടുത്ത് വേണമെങ്കിൽ ഇവിടെ നിന്നും എടുക്കാം, ഇവിടെ നിന്നും എടുക്കാം ബൈക്ക്. അപ്പോഴത്തേക്കും നമ്മളെല്ലാം നിർത്തിയിട്ട് പോകും ഗൈസ്. നമ്മൾ പിന്നെ ഫുൾ ടൈം ഇരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലല്ലോ. ടൈമിലുണ്ടായിരുന്ന ഒരു നല്ലൊരു കൺഫർമേഷനിൽ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കായിരുന്നു. ഇതിൻ്റെ ഒരു ലൈൻ വരച്ച് ഇതിന് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കാൻ. പക്ഷെ വലിയ പിപ്പൊന്നുമില്ല, 60 പിപ്പ്. ഇതിന്റെ കിക്ക് എങ്ങനെയാണെന്ന് അറിയാവോ? കറക്റ്റ് എന്ന് പറഞ്ഞാൽ റിയലി നമ്മള് ഇനി വരാൻ പോണേനാ നമ്മളിവിടെ കണ്ട പറയണം. അതാണ് കിക്ക്, വേറെ ലെവല. ലൈക്ക് ട്രഡിഷൻ, പ്രോബബിലിറ്റി, കല്ലെറിഞ്ഞ് പിടിക്കുന്നത്. ചിലർക്ക് പ്രതീക്ഷിക്കാത്ത മൂവ്മെന്റ് ആണ്. നമ്മൾ അനാലിസിന് കറക്റ്റ് ആയിരിക്കും, പക്ഷേ ഞാൻ അനാലിസ് ആയിട്ട് എടുക്കുള്ളൂ കേട്ടോ. നിങ്ങൾ ചുമ്മാ മേളിൽ പോവും എന്ന് വിചാരിച്ചെടുക്കും. ഇതിന്റെ ഒരു പ്രോബിലിറ്റി മാക്സിമം അടിച്ച് ഇല്ലേ ഇല്ല. നോർമൽ അല്ലേ, നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. തരണവും തരാത്തതും മാർക്കറ്റിന്റെ രീതിയാണ്. തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നും കാണൂല ക്യാപിറ്റല് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷയില്ല. ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ഈ സമയത്ത് മൂവ്മെന്റ് കാണില്ലെന്ന് പറഞ്ഞ് നോക്കിയേയില്ല. കൂടിപ്പോയി ഇവിടെ നിന്ന് പ്രതീക്ഷ ഇവിടം വരെ പ്രതീക്ഷിക്കും. പിന്നെ അതിനേശം ഇവിടെ പൊട്ടിയത് ഇവിടെ ഒന്നും പറയല്ല കേട്ടോ. കിടില മറിയാൻ നോക്കി. ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇല്ല, കുറച്ചും കൂടി സെറ്റാക്കാമായിരുന്നു, പക്ഷെ കൈ വരാതിന് മടിയ. കമ്പ്യൂട്ടർ ബേസ് വേറെ കുഴപ്പമില്ല, സെറ്റാണ്. ജസ്റ്റ് നോക്കി വിട്ടാൽ മതി. പറഞ്ഞാൽ നേരെ പോയി പമ്പ് റൂമും ക്ലോറിനേഷനൊക്കെ പോയി ചെക്ക് ചെയ്യണം. കുഴപ്പമില്ല, ഓക്കെ ആണ് കേട്ടോ. എൻ്റെ അടി ഭയങ്കര ചൂടാകാണ്ടാണ് പോകാത്ത കേട്ടോ. ശ്വാസം അടിക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. അടപ്പളയിപ്പോ തലയൊക്കെ കറങ്ങുമ്പോൾ തോന്നും. ഇതിനകത്ത് ഇറങ്ങിയതിനു ശേഷമാണ് നീ ഭയങ്കര തലശുറ്റില്ല പറഞ്ഞ. അയ്യോ, നേരത്തെ പോയി ക്ലോറിനേഷനോടെ പോയി. ക്ലോറിനേഷൻ്റെ കൂടെ കുഴപ്പമില്ല.
അടുപ്പിച്ച് 85 അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അങ്ങ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. വേറെ കുഴപ്പമില്ല, സെറ്റാണ് കേട്ടോ. ഓക്കെ ആണ്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എല്ലാം ചെക്ക് ചെയ്താട്ടാ, കുഴപ്പമില്ലാതെ പറയാൻ പറ്റില്ല. ലിറ്ററൽ ഒന്നും ആയിട്ടില്ലല്ലോ. പിന്നെ ഇന്നത്തെ ദിവസം പിന്നെ വലിയ സുഖമുള്ള ഏർപ്പാടല്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ തട്ടി ഒന്നും കൂടി റിജക്ഷൻ ചെയ്യുമോ, അതല്ലെങ്കിൽ ഇവിടെ തട്ടി റിജക്ഷൻ ചെയ്യുമോ എന്ന് പറഞ്ഞു. ട്രേഡ് എടുക്കാൻ പറ്റിയൊരു പൊസിഷൻ ഇത് കഴിയണം. ഈ പോയിന്റ് കഴിഞ്ഞാലേ നോക്കാവുള്ളൂ. വലിയ വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്, ഇതൊക്കെ തന്നെ. എഡിറ്റിംഗ്, അഡ്ജസ്റ്റ്മെന്റ്, അനാലിസിസ് ഇങ്ങനെ പോകും. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.